സ്തുതിക്കട്ടെ. ഭാരങ്ങൾ ചുമക്കുന്ന നല്ല കഥാവേ, ഈ മനോഹരമായ ശനിയാഴ്ച രാത്രിക്കായി യോഗ്യയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങളുടെ ഭാരപീഠത്തിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കാൻ അവിടെ നൽകിയതായ നേരിയ സമയത്തിനാണ് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി അപ്പത്തിനുള്ള വിശപ്പല്ല, വെള്ളത്തിനുള്ള ദാഹവുമല്ല, അങ്ങയെ തേടി തിരുമുഖത്തെ നോക്കി കടന്നു വന്നിരിക്കുന്ന ഓരോ നിന്റെ കുഞ്ഞുങ്ങളെ അങ്ങയുടെ കൃപയുടെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീസസ്, വചനം ശോഭിക്കാതെ ഈ ഹൃദയ കണ്ണുകളെ കുരുടാക്കുന്ന ഈ ലോകത്തിലെ ദൈവമായ സാത്താന്റെ സകല പദ്ധതികളെ യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ശാസിച്ച് അവിടെ മേൽ ജയമെടുക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ പാതാള ഗോപുര ശക്തികളെ, പ്രത്യക്ഷവും പരോക്ഷമായ സകല ഭോഗികളെ ഇന്ന് രാത്രി ഭത്സിക്കുന്നു. ഓ, വെള്ളത്തിന് മീതെ പരിവർത്തിച്ച് പരിശുദ്ധാത്മാവ് ഈ ഗ്രൗണ്ടിന്റെ, ഈ അന്തരീക്ഷത്തിന്റെ, മാത്രമല്ല ഈ ദേശത്തിന്റെ നിയന്ത്രണം ഇന്ന് രാത്രി ഏറ്റെടുത്തിരിക്കുന്ന കൃപയ്ക്കായി നന്ദി. പഴയ പാമ്പിന്റെ തലയെ തകർന്ന യഹൂദ ഗോത്രത്തിലെ സിംഹമായ കർത്താവ് ഇന്ന് രാത്രി ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. അവനെ ഭയക്കുന്നവരും അവന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോകുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം കണ്ടുകൊണ്ട് ഈ രാത്രി കാണുവാൻ പോകുന്ന കൃപയ്ക്കാണ്. അങ്ങനെ വിലറിയം നാമം മാത്രം ഈ രാത്രി ഇവിടുന്ന് മഹത്വപ്പെടുത്തും. ഓരോ നിന്റെ ജനത്തോട് സംസാരിക്കും, നിന്റെ ജനത്തെ സൗഖ്യമാക്കും, നിങ്ങളുടെ ജനത്തെ വിടുവിക്കണം. പരിശുദ്ധാത്മാവിന്റെ വലിയ സ്പർശനത്താൽ നിന്റെ ജനത്തെ നിറയ്ക്കും. മഹത്വം, ബഹുമാനം, സ്തുതി, സ്തോത്രം, പുകഴ്ച അങ്ങേക്ക് മാത്രമായിരിക്കട്ടെ. യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ എല്ലാവരും വായിക്കുന്ന നാമം പറഞ്ഞാടെ രണ്ട് കാര്യങ്ങളെ ഉയർത്തി, ആ കാര്യങ്ങളെ ചേർത്തടിച്ച് ഉയർത്തി, ആ കാര്യങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിക്കാതെ എല്ലാവരും ശക്തിയായി ശക്തിയായി നിർത്തരുത്, നിർത്തരുത്, ശക്തിയായി. മത്തായി സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം. മത്തായി സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയയോടുകൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ച് നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെച്ചു. അടുത്തുകൂടാത്ത പ്രകാശത്തിൽ അധിവസിച്ചവനായ ദൈവം മനുഷ്യനെ സ്നേഹിച്ചത് നിമിത്തം വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ഗലാത്യർ 4:4 പറയുന്നു, കാലസമ്പൂർണത വന്നപ്പോൾ സ്ത്രീകൾ ജനിച്ചവനായി ഈ ലോകത്തിലേക്ക് ദൈവം അവതരിച്ചു. അവന്റെ പേരത്രേ യേശു. കഴിഞ്ഞ കാലത്ത് ഓരോ ദൈവദാസന്മാരോട് ഭാഗമായി വിവിധമായി വെളിപ്പെട്ടവനായ ദൈവം അബ്രഹാമിന്റെ ഭവനത്തിൽ വന്ന് സർവശക്തനായി വെളിപ്പെട്ടവനായ ദൈവം മോശയുടെ മുൻപിൽ സ്തോത്രം കത്തുന്ന മുൾപടർപ്പിൽ ഞാൻ ആകുന്നു എന്ന് അരുളി ചെയ്ത ദൈവം യോശുവയുടെ മുൻപിൽ ഒരു സൈന്യാധിപനായി വെളിപ്പെട്ടവനായ ദൈവം സ്തോത്രം നോക്കണമേ കർത്താവായ യേശുവായി ഈ ലോകത്തിലേക്ക് ഭൂജാതനായപ്പോൾ വേദപുസ്തകം പറയുന്നു, എത്ര ജ്ഞാനികളെന്ന് അറിയത്തില്ല, അവർ എത്ര പേരാണെങ്കിലും 3 കാര്യങ്ങളെ യേശു കുഞ്ഞിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, പകുതി അമ്മയ്ക്കും പകുതി മകനുമായിട്ട് കൊടുത്തു എന്നല്ല, നിക്ഷേപ പാത്രങ്ങളെ തുടർന്ന് അവന് യേശുവിന് മൂരും കുന്തിരിക്കവും പൊന്നും കാഴ്ചവെച്ചു. കരങ്ങൾ ഉയർത്തി ആമേൻ പറഞ്ഞാണ്. ഇന്നലെ രാത്രി ദൈവത്തിന്റെ കൃപയാൽ നാം കേട്ടു, മൂര് അത് പ്രവചന അഭിഷേകത്തെ കുറയ്ക്കുന്നു. യേശു കർത്താവ് വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകനായതുകൊണ്ട് യേശുവിന് മുൻപിൽ മൂരിനെ വെച്ച് ഈ രാത്രി നമുക്ക് കുന്തിരിക്കത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. എന്താണ് കുന്തിരിക്കത്തിന്റെ അർത്ഥം? പുരോഹിതന്മാർ ദൈവത്തിന്റെ ആലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മോശയുടെ നാളുകളിൽ പുരോഹിതന്മാർ സമാഗമന കൂടാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, നമ്മുടെ കയ്യിൽ കുന്തിരിക്കമുണ്ട്. എബ്രായലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. യേശു കർത്താവ് ശ്രേഷ്ഠ മഹാ പുരോഹിതൻ ആയതുകൊണ്ട് യേശുവിന്റെ മുൻപിൽ കുന്തിരിക്കത്തെ വെച്ചു. ശ്രേഷ്ഠ മഹാ പുരോഹിതൻ കേൾക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് രാത്രി യേശു കർത്താവ് ശ്രേഷ്ഠ മഹാ പുരോഹിതൻ. എന്നാൽ പൗരോഹിത്യം എന്ന് പറയുന്നതായ പ്രത്യേക പദവി പുതിയ നിയമത്തിലല്ല ആരംഭിച്ചത്, അങ്ങ് ദൂരെ പഴയ നിയമത്തിലത്രേ. ലേവ്യ പുസ്തകം 8-ാം അധ്യായം 12-ാം വാക്യം വേദപുസ്തകം പറയുന്നു, ലേവ്യ ഗോത്രത്തെ ദൈവം അഭിഷേകം ചെയ്ത് അവനെ പുരോഹിതനായി ഇതാ സമാഗമന കൂടാരത്തിൽ നിർത്തി. ഇത് രാത്രി നോക്കണമേ, ഏതോ പണമുള്ള കുത്തക
മുതലാളി അല്ല സഭയിൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കേണ്ടത്. ഏതോ വലിയ കുടുംബ മഹിമയുള്ളവനല്ല, രാഷ്ട്രീയം കളിക്കുന്നവനല്ല പ്ലാറ്റ്ഫോമിൽ നിൽക്കേണ്ടത്. വേദപുസ്തകം പറയുന്നു, അഭിഷേകമുള്ളവനത്രേ ദൈവത്തിന്റെ ശുശ്രൂഷയിൽ നിൽക്കേണ്ടത്. ആരെങ്കിലും ദൈവ കൃപയിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുവെങ്കിൽ മനസ്സിലാക്കുക. ആരെങ്കിലും ദൈവം നിർത്തിയിരിക്കുന്നുവെങ്കിൽ പണം കൊടുത്ത് വാങ്ങാൻ കഴിയാത്തതായ വെള്ളിയേക്കാൾ പൊന്നിനേക്കാൾ വിലയേറിയ ദൈവത്തിന്റെ കൃപയുള്ളത് കൊണ്ടാണ് ദൈവത്തിന്റെ കൃപയാൽ ദൈവം അവനെ നിർത്തിയത്. ഒരുപക്ഷെ സ്തോത്രമതെ മാനുഷിക ബുദ്ധിയിൽ നമുക്ക് ചിന്തിച്ചാൽ ഇങ്ങനെ ചിന്തിക്കും, യാക്കോബിന്റെ മക്കളിൽ സീനിയോറിറ്റി അനുസരിച്ച് രൂപേനെ ആയിരുന്നു തിരഞ്ഞെടുത്ത് നിർത്തേണ്ടത്. എന്നാൽ മൂത്തവനായ രൂപേനെ തിരഞ്ഞെടുക്കാതെ ദൈവം ലേവിയെ പുരോഹിതനായി തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്തു. കേൾക്ക്, ഈ രാത്രി വലിയൊരു വിടുതലിന്റെ തൂതിലേക്ക് ദൈവം നമ്മെ നയിക്കുകയാണ്. വേദപുസ്തകം പറയുന്നു, ലേവിയെ എന്തുകൊണ്ടാണ് ദൈവം തിരഞ്ഞെടുത്തത്? ഉൽപ്പത്തി പുസ്തകം 49:7 വായിക്കുമ്പോൾ യാക്കോബ് ഇതാ മരിപ്പാൻ പോകുകയാണ്. യാക്കോബ് മരിക്കുന്നതിന് മുൻപ് തന്റെ മക്കളെ വിളിച്ച് അനുഗ്രഹിച്ചിട്ട് മരിപ്പാൻ അവൻ ആഗ്രഹിച്ചു. നീ ഇന്ന് രാത്രി പിതാവോ മാതാവാണോ, നിന്റെ മുന്നിൽ നീ കുസൃതി കാണിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ ശപിക്കരുത്, ഈ മക്കളെ അനുഗ്രഹിക്കണം. അതേ സമയത്ത് ഈ കുസൃതി കുടുക്കകൾ നോക്കി ഞാൻ പറയുന്നു, അപ്പനെയും അമ്മയും അനുസരിക്കണം, എന്നാലേ ദീർഘായുസ് ഉണ്ടാകത്തുള്ളൂ. എന്നാൽ യാക്കോബിന് സംഭവിച്ചതായ അബദ്ധം, അവൻ മരിക്കുവാൻ പോകുമ്പോൾ ഓരോ മക്കളെ വിളിച്ചു. റൂബേൻ കടന്നു വരുന്നു, ഇസ്സാഖാർ വരുന്നു, നഫ്താലി വരുന്നു. ഓരോരുത്തർ അപ്പന്റെ മുൻപിൽ വിട്ടുമടക്കുമ്പോൾ അപ്പൻ ഓരോരുത്തരെ അനുഗ്രഹിക്കുന്നു. എന്നാൽ ലേവി കണ്ടു തന്റെ സഹോദരന്മാർ അപ്പന്റെ അടുക്കൽ കടന്നുപോയി അനുഗ്രഹം പ്രാപിക്കുന്നു. അവൻ ചിന്തിച്ചു, ഞാനും പോയി എന്റെ അപ്പനിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കട്ടെ. വലിയ പ്രതീക്ഷയോടെ ലേവി വന്ന് അപ്പന്റെ മുൻപിൽ മുട്ടുമടക്കി. എന്നാൽ വേദപുസ്തകം പറയുന്നു, ഏത് ശബ്ദത്താലാണോ അപ്പന ലേവി തൻ മറ്റു മക്കളെ അനുഗ്രഹിച്ചത്, അതേ ശബ്ദത്താൽ സഹോദരന്മാരുടെ നടുവിൽ, കുടുംബത്തിന്റെ നടുവിൽ വെച്ച് ലേവിയെ യാക്കോബ് ശപിച്ചു. രാത്രി അപ്പന്റെ ശാപം നീ കേട്ടിരിക്കുന്നു, അമ്മ നിന്നെ ശപിച്ചിരിക്കുന്നു. ആര് നന്നായാലും നീ നന്നാകത്തില്ല. നിന്റെ ജീവിതം തൊലയും, നീ എന്നും കരയും, നീ എന്നും വിഷമിക്കും. നിന്റെ ജീവിതം നന്മ വരത്തില്ലെന്ന് ആരെങ്കിലും നിന്റെ കുടുംബത്തിന്റെ നടുവിൽ ശപിച്ചുവെങ്കിൽ, ശാപം കേട്ട് നീ വളർന്നുവെങ്കിൽ, ശാപം കേട്ട് ശാപത്താൽ സ്വത്ത് ബന്ധിക്കപ്പെട്ട് നീ ആയിരിക്കുന്നുവെങ്കിൽ കേൾക്കണമേ, അറിയാതെ ശാപത്താൽ നീ ബന്ധിക്കപ്പെട്ടു എങ്കിൽ അറിയാത്ത അനുഗ്രഹവും നിന്റെ ജീവിതത്തിൽ ഉദിച്ചുയരുന്ന സൂര്യനെ പോലെ നൽകുവാൻ ദൈവത്തിന് നിശ്ചയമായി കഴിയും. കുടുംബത്തിന് നടുവിൽ ലേവിക്ക് ശാപിക്കപ്പെട്ടു. ലേവിയുടെ മുഖം നോക്കി ഗ്രൗണ്ടിൽ ചിലരുടെ മുഖം വാടിയിരിക്കുന്നത് പോലെ ചെങ്കടൽ വിഭാഗിക്കപ്പെട്ട് ഇസ്രായേൽ ജനം സ്തോത്രം മരുഭൂമിയിൽ കടന്നിട്ടും മന്ന തിന്നിട്ടും മഹത്വത്തിൻ കീഴിലായിരുന്നിട്ടും ലേവിയുടെ മുഖം മ്ലാനമായിരിക്കുന്നു. കാരണം അപ്പന്റെ ശാപം അവർ ചുമന്ന് നടക്കുകയാണ്. കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രി പുതിയ നിയമത്തിൽ പുരോഹിതനാകുന്ന ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് ശപിക്കാനല്ല, അനുഗ്രഹിപ്പാനത്രേ. കാരണം ദൈവം ശാപത്തിന് ദൈവമല്ല, ദൈവം അനുഗ്രഹത്തിന് ദൈവമത്രേ. എങ്ങനെ ശാപമാണ്? വേദപുസ്തകം പറയുന്നു, പുറപ്പാട് പുസ്തകം 32:26 മുതൽ 32 വായിക്കുമ്പോൾ ഇതാ സ്തോത്രം മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. കൽപ്പനയും വാങ്ങി മോശ പർവ്വതത്തിൽ ഇറങ്ങി വരുമ്പോൾ താഴ്വരയിൽ ഇതാ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. ആ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി കാളക്കുട്ടി എന്ന് പറഞ്ഞ് ഇസ്രായേൽ മുഴുവൻ ഇതാ കാളക്കുട്ടിയുടെ പിന്നാലെയാകുമ്പോൾ സൗമതിയുടെ പ്രവാചകനാക്കുന്ന മോശ ഇപ്രകാരം ചോദിച്ചു, എല്ലാവരും കാളക്കുട്ടിയുടെ പിന്നാലെ ആയിപ്പോയോ? യഹോവയുടെ പക്ഷത്തുള്ളവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ. ശ്രദ്ധിക്കണമേ, എല്ലാവരും കാളക്കുട്ടിയുടെ ചുറ്റും കിടന്ന് ചാടിത്തുള്ളുമ്പോൾ അപ്പനിൽ നിന്ന് ശാപം കേട്ട് ആ കുടുംബത്തിന്റെ ഏറ്റവും പിൻപിൽ ഒതുക്കപ്പെട്ടവനായി, തള്ളപ്പെട്ടവനായി, ഏറ്റവും പിന്നിലയിൽ ഇതാ ലേവി ചുരുണ്ടുകൂടി ഇരിക്കുക. അപ്പനിൽ നിന്ന് ശാപം കേട്ട് തകർന്നു നുറുങ്ങി ഏറ്റവും പിന്നിൽ ഈ കാളക്കുട്ടിയുടെ ആഘോഷത്തിൽ പങ്കെടുക്കാതെ ലേവി മാറിയിരിക്കുമ്പോൾ മോശയുടെ വായിൽ നിന്ന് വന്ന ശബ്ദം അവൻ കേട്ടു, യഹോവയുടെ പക്ഷത്തുള്ളവൻ ഇങ്ങോട്ട് മാറി നിൽക്കട്ടെ. അയ്യോ, കുടുംബപക്ഷത്തിൽ എനിക്ക് നിൽക്കുവാൻ കഴിയത്തില്ല, എന്റെ അപ്പന്റെ പക്ഷത്തിൽ നിൽക്കുവാൻ കഴിയത്തില്ല, എന്റെ സഹോദരന്മാരുടെ മുൻപിൽ
നിൽക്കുവാൻ കഴിയത്തില്ല. കാരണം ഇവയുടെ മുൻപിൽ വച്ച് ഞാൻ ശാപിക്കപ്പെട്ടവനത്രേ, ഒത്തിരി ശാപം കേട്ട് ഞാൻ വന്നവനാണ്. അപ്പോൾ ലേവി മാത്രം എഴുന്നേറ്റ് അവൻ മുന്നോട്ട് വരികയാണ്. ലേവി മുന്നോട്ട് വരുമ്പോൾ അവൻ പറഞ്ഞു കാണാം, നഫ്താലി ഒന്ന് മാറിക്കേ, ഇസ്സാഖാരെ എക്സ്ക്യൂസ് മീ, ഓ സ്തോത്രം, അതെ രൂബേനെ ഒന്ന് മാറിക്കേ, ഞാൻ യഹോവയുടെ പക്ഷത്തുണ്ട്, ഞാൻ ദൈവത്തിന്റെ പക്ഷത്തുണ്ട്, ഞാൻ ദൈവത്തിന്റെ പക്ഷത്തുണ്ട്, ദൈവത്തിന് വേണ്ടി ഞാൻ നിൽക്കണം, ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ പ്രവാചകൻ വിളിച്ചു ചോദിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി മുതൽ, ഇന്ന് മുതൽ ദൈവത്തിന് വേണ്ടി ഞാൻ നിൽക്കും. ഈ രാത്രി പ്രസ്ഥാനത്തിന് വേണ്ടി നിൽക്കുന്നവർ ഈ ഗ്രൗണ്ടിൽ കണ്ടേക്കും, സംഘടനയ്ക്ക് വേണ്ടി നിൽക്കുന്നവർ ഈ ഗ്രൗണ്ടിൽ വന്നിരിക്കും, മനുഷ്യന് വേണ്ടി നിൽക്കുന്നവർ ഈ ഗ്രൗണ്ടിൽ കണ്ടേക്കാം, രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്നവർ ഈ ഗ്രൗണ്ടിൽ കണ്ടേക്കാം, സെന്റർ പാസ്റ്റർമാർക്ക് വേണ്ടിയും കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്ന, പെരുമുട്ട് വാദം വാദിച്ചിരിക്കുന്ന മനുഷ്യന് വേണ്ടി കൈയടിക്കുന്നവർ വന്നിരിക്കും. എങ്കിലും ഇന്ന് രാത്രി മനുഷ്യന് വേണ്ടിയല്ല, മനുഷ്യരെ സൃഷ്ടിച്ച എന്റെ ദൈവത്തിന് വേണ്ടി ഞാൻ നിൽക്കും എന്ന് പറയുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. ദൈവത്തിന് വേണ്ടി നീ നിൽക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി നിൽക്കുന്നവരത്രേ. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഓ ലേവി പറഞ്ഞു, I will stand for my God. എന്റെ ദൈവത്തിന് വേണ്ടി ഞാൻ നിൽക്കും. ദൈവത്തിനോട് അടുത്ത് ഓ അവൻ വന്ന് ദൈവത്തിന് വേണ്ടി ഞാൻ നിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, യെസ്, അവൻ എന്നോട് അടുത്തത് കൊണ്ട് ഞാനും അവനോട് അടുക്കും. ഈ രാത്രി ആരാണോ യേശുവിനോട് അടുക്കുന്നത്, യേശു നിന്നോടും അടുക്കുന്നുണ്ട്. നിന്റെ അവസ്ഥ മാറ്റുവാൻ, നിന്റെ ശാപം പൊട്ടിപ്പാൻ, നിന്റെ ദുഃഖത്തിന്റെ അധ്യായത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ യേശു നിന്നെ നോക്കി നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഒരത്ഭുതം ഈ രാത്രി നിന്നെ തേടി വന്നുകൊണ്ടിരിക്കുന്നു. ദൈവപ്രവൃത്തി ഈ രാത്രി നിന്നെ തേടി വന്നുകൊണ്ടിരിക്കുന്നു. ഓ കേൾക്കുന്നവർ ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചിരിക്കട്ടെ. വേദപുസ്തകം പറയുന്നു, ലേവി ദൈവത്തോട് അടുത്തത് കൊണ്ട് അവനെ ദൈവം അഭിഷേകം ചെയ്ത് പുരോഹിതനായി മാറ്റി. എന്നാൽ അഭിഷേകമുള്ള ലേവിയെ നോക്കി ദൈവം പറഞ്ഞു, എങ്ങനെയെങ്കിലും ജീവിപ്പാൻ നിനക്ക് കഴിയത്തില്ല. അഭിഷേക തൈലം നിന്റെ തലമേൽ ഇരിക്കുന്നത് കൊണ്ട് നിന്റെ പൗരോഹിത്യ വസ്ത്രം നീ കീറരുത്, ശവത്താൽ അശുദ്ധനാകരുത്, തലമുടി പിച്ചു ചീന്തരുത്. ലേവ്യ പുസ്തകം 10:4 ഈ കണ്ടീഷൻ ദൈവം കൊടുത്തു. അഭിഷേകമില്ലാത്തവൻ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. എന്നാൽ നീയും ഞാനും അഭിഷിക്തനാണോ, നമുക്കൊരു കണ്ടീഷൻ ഉണ്ട്, ഒരു അവസ്ഥയുണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്. ആ അവസ്ഥ പ്രകാരം ആ വ്യവസ്ഥയിൽ മാത്രമേ ജീവിക്കാൻ കഴിയത്തുള്ളൂ. വേദപുസ്തകം പറയുന്നു, പഴയ നിയമത്തിൽ ആ പൗരോഹിത്യ വസ്ത്രത്തിന് ഒന്നും സംഭവിച്ചതേ ഇല്ല. 4000 വർഷം മുമ്പ് ആ പൗരോഹിത്യ വസ്ത്രം കീറരുത് എന്ന് ദൈവം പ്രമാണം നൽകി. എന്നാൽ 2000 വർഷം മുമ്പ് ആ പൗരോഹിത്യ വസ്ത്രത്തെ കുറിച്ച് പ്രമാണം നൽകിയ ദൈവം മാത്രമല്ല, പുരോഹിതന്മാരെ അഭിഷേകം ചെയ്ത ദൈവം 2000 വർഷങ്ങൾക്ക് മുമ്പ് വേഷത്തിൽ മനുഷ്യനായി കെട്ടപ്പെട്ടവനായി കയ്യപ്പാവെന്ന അക്കാലത്തെ മഹാപുരോഹിതന് മുൻപിൽ ഇതാ നിന്നുകൊണ്ട് ഇരിക്കുന്നു. കയ്യപ്പാവ് ആ ബന്ധിക്കപ്പെട്ടു നിന്ന യേശുവിനോട് ഇപ്രകാരം ചോദിച്ചു, നീ ദൈവത്തിന്റെ പുത്രൻ തന്നെയോ? യവൻ അഭിഷേകം ചെയ്ത, യവന്റെ വല്യപ്പച്ചനാകുന്ന അഹരോൻ അഭിഷേകം ചെയ്ത മോശയോട് ഞാൻ ആകുന്നവൻ, ഞാൻ ആകുന്നു എന്നരുളി ചെയ്ത അതേ ദൈവം തന്നെ ദൈവപുത്രൻ ഇപ്രകാരം കയ്യപ്പാവിനെ നോക്കി തല കുരിക്കാതെ തല ഉയർത്തി പറഞ്ഞു, ഞാൻ ആകുന്നു. നീ ദൈവപുത്രനാകുന്നുവോ? യെസ്, ഞാൻ ആകുന്നു. ചില കാര്യം കേട്ട ചിലക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യം വന്നാൽ എന്ത് ചെയ്യുമെന്ന് അവർക്ക് അറിയത്തില്ല എന്നപ്പോൾ യേശു ദൈവപുത്രൻ എന്ന് കേട്ടപ്പോൾ കയ്യപ്പാവിന് ദേഷ്യം വന്നു. ഒരിക്കലും കീറുവാൻ പാടില്ലാത്ത പൗരോഹിത്യ വസ്ത്രം അവൻ കീറി. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അന്ന് പൗരോഹിത്യ വസ്ത്രം കീറപ്പെട്ടത് കൊണ്ട് ഇന്ന് രാത്രി ഓർക്കണമേ, ഇസ്രായേലിൽ ലേവ്യ ഗോത്രത്തിന് മാത്രം ദൈവം കൊടുത്ത പൗരോഹിത്യം രക്ഷിക്കപ്പെട്ട സകല ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്കും കർത്താവ് ഈ രാത്രി നൽകുന്നു. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാവരും രക്ഷിക്കപ്പെട്ടോ? നീ പുതിയ നിയമത്തിലെ പുരോഹിതന്മാരത്രേ. നീ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലാണോ? നീ പുതിയ നിയമത്തിലെ പുരോഹിതനാണ്. ഇസ്രായേലിനോട് സംബന്ധമില്ലാത്തവർ, ഇണങ്ങാത്തവർ, ക്രൂശിന്റെ ശത്രുക്കളായിരുന്ന നിന്നെ ക്രൂശിന്റെ മരണത്താൽ വേദപുസ്തകം പറയുന്നു ദൈവത്തിന്റെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തു. 1 പത്രോസ് 2:28 പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു, നിങ്ങളോ ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും അത്രേ. നമ്മൾ പുരോഹിത വർഗം. കാര്യമുണ്ട്, നമുക്കൊരു ശ്രേഷ്ഠ മഹാ പുരോഹിതൻ ഉണ്ട്. മറ്റാരുമല്ല, നസ്രയനായ യേശു. നമുക്ക് ശ്രേഷ്ഠ മഹാ പുരോഹിതൻ ഉണ്ട്. എന്താണ് യേശു കർത്താവിനെ പഴയ നിയമത്തിലെ മറ്റേത് പുരോഹിതന്മാരെക്കാളും ശ്രേഷ്ഠനാക്കുന്നത്? എന്താണ് യേശു കർത്താവിനെ പഴയ നിയമത്തിലെ ഏത് പുരോഹിതന്മാരെക്കാളും ശ്രേഷ്ഠനാക്കുന്നത്? 7
കാര്യം പറയാനുണ്ട്. പറഞ്ഞാൽ ഇന്ന് രാത്രി നാളെ നേരം വിളിക്കുന്ന താനും ചിലപ്പോൾ തീരത്തില്ല. രണ്ട് കാര്യം മാത്രം വേഗത്തിൽ നമുക്ക് കേട്ടുപോകാം. യേശു കർത്താവ് ശ്രേഷ്ഠ മഹാ പുരോഹിതനായിരിക്കുന്ന ആമേൻ. രണ്ട് കാര്യങ്ങൾ. എബ്രായലേഖനം 7-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം. എബ്രായലേഖനം 7-ാം അധ്യായം 25-ാം വാക്യം. 25-ാം വാക്യം. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാകുന്നു. പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു. യേശുവിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് പറയുന്നു. അവൻ യാഗങ്ങളെക്കാൾ വലിയവൻ, അവൻ യാഗപീഠത്തെക്കാൾ വലിയവൻ, അവൻ ദേവാലയത്തെക്കാൾ വലിയവൻ, അവൻ പുരോഹിത വൃന്ദത്തെക്കാൾ വലിയവൻ, ഏത് രാജാക്കന്മാരെക്കാൾ വലിയവൻ, ഏത് വിശ്വാസ വീരന്മാരെക്കാൾ വലിയവൻ, ദേവാലയത്തെക്കാൾ വലിയവൻ. ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിനെന്ന് ലേഖന കർത്താവ് സവിസ്തരം യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ഈ രാത്രി യേശു കർത്താവ് ശ്രേഷ്ഠ മഹാപുരോഹിതനായിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് പറയുന്നു. അവൻ പൂർണ്ണമായി രക്ഷിക്കുന്നു. ഈ രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പഴയ നിയമത്തിലെ പുരോഹിതന്മാർ ഏതെങ്കിലും ഒരു വ്യക്തിയെ പൂർണ്ണമായി പോയിട്ട് ഭാഗികമായി പോയാലും അവന് യാഗത്താൽ രക്ഷിപ്പാൻ കഴിഞ്ഞതേ ഇല്ല. എന്നാൽ യേശു കർത്താവ് ക്രൂശിലെ മരണത്താൽ ആ യാഗത്താൽ പൂർണ്ണമായി നമ്മെ രക്ഷിക്കുന്നു. പൂർണ്ണമായി യേശു രക്ഷിക്കുന്നു. പൂർണ്ണമായി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം 5-ാം അധ്യായം 23-ാം വാക്യം പറയുന്നു. നിനക്കൊരു ആത്മാവുണ്ട്, നിനക്കൊരു പ്രാണനുണ്ട്, നിനക്കൊരു ശരീരമുണ്ട്. പട്ടിക്കും പൂച്ചയ്ക്കും കോഴിക്കും ആടിനും ആത്മാവില്ല, എന്നാൽ മനുഷ്യന് ആത്മാവുണ്ട്. അതുകൊണ്ട് 1 പത്രോസ് 1:8-9 വാക്യം പറയുന്നു, അനന്തമായ ആത്മരക്ഷ അവൻ നൽകി തരുന്നു. ആത്മാവ് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ശ്രേഷ്ഠ മഹാപുരോഹിതനാകുന്ന യേശു തന്റെ ക്രൂശ് മരണത്തിലെ യാഗത്താൽ ആത്മാവിന് രക്ഷ നൽകുന്നു. പൂർണ്ണമായി അവൻ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി കേൾക്കണമേ, വേദപുസ്തകം പറയുന്നു സകല മനുഷ്യനും ദൈവത്തിന് മുൻപിൽ പാപം നിമിത്തം ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പാപം നിമിത്തം മനുഷ്യ ജീവിതം ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കുടുംബങ്ങൾ തകരുന്നത്, ജീവിതങ്ങൾ ഉടയുന്നത്, മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത്, സ്വസ്ഥതയില്ലാതെ ഓടി നടക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം അതേ പാപമത്രേ. ഏത് പുസ്തകം പറയുന്നു? യോബിന്റെ പുസ്തകം 14:4 വായിക്കുമ്പോൾ സ്ത്രീകൾ ഈ ലോകത്തിൽ ജനിച്ച സകലരും ദൈവത്തിന് മുൻപിൽ ഭാവികൾ. സങ്കീർത്തനം 51:5 ദാവീദ് പറയുന്നു, അല്ലയോ കർത്താവേ, പാപത്തിൽ എന്റെ അമ്മ എന്റെ ഗർഭം ധരിച്ചു. നീതിമാനായി ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ സന്നിധിയിൽ നകന്നിരിക്കുന്നു. ഒന്നല്ലെങ്കിൽ വേറൊരു ക്രമത്തിൽ സകലരും ദൈവത്തിന് മുൻപിൽ ഭാവികൾ. മനുഷ്യൻ പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ നശിക്കുന്നു. പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് സകല മനുഷ്യനും പാപത്തിൽ നശിക്കുന്നു. മനുഷ്യന്റെ പ്രശ്നം ഈ രാത്രി കേൾക്കണമേ, പാപമത്രേ. എന്നാൽ ഈ പാപത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവത്തിനൊരു മാസ്റ്റർ പ്ലാൻ, ദൈവത്തിനൊരു ദിവ്യ പദ്ധതി ഉണ്ടായി. അതെന്താണ്? രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ ഈ പാപത്തിൽ നിന്ന് വിമോചനം ഇല്ല. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല. പഴയ കാലത്തിൽ ദൈവം നിർദ്ദേശിച്ചിരുന്നതായ ഈ യാഗങ്ങൾ നിമിത്തം കേൾക്കണമേ, മനുഷ്യന്റെ പാപത്തിനെ മറയ്ക്കുവാനേ പഴയ നിയമത്തിലെ യാഗങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ, മാറ്റുവാൻ കഴിഞ്ഞു. നിയമത്തിലെ യാഗങ്ങൾ കൊണ്ട് മനുഷ്യന്റെ പാപത്തെ മറയ്ക്കുവാനേ കഴിഞ്ഞുള്ളൂ, മാറ്റുവാൻ കഴിഞ്ഞില്ല. എന്നാൽ സ്തോത്രം, പുതിയ നിയമത്തിൽ കർത്താവ് പ്രകാരം പറഞ്ഞു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. എങ്ങനെയുള്ള രക്തം? പാപമില്ലാത്ത രക്തം. ശ്രദ്ധിക്കണമേ, പാപമില്ലാത്ത രക്തം. പാപമില്ലാത്ത രക്തം എവിടെയാ കിട്ടുന്നത്? എല്ലാ മനുഷ്യരും ദൈവത്തിന് മുൻപിൽ പാപം ചെയ്ത് ദൈവ സന്നിധിയിൽ നകന്നിരിക്കുമ്പോൾ പാപമില്ലാത്തവനെ കാണണമോ? പാപമില്ലാത്തവൻ ഭൂമിയിലല്ല വസിക്കുന്നത്, പാപമില്ലാത്തവൻ സ്വർഗത്തിലത്രേ വസിക്കുന്നത്. അവനാണ് ദൈവം. ഈ രാത്രി നീ ഇല്ലാതിരുന്നാലും ദൈവത്തിന്റെ മുൻപിൽ കോടി ദൈവദൂതന്മാർ 2 ചിറകുകൊണ്ട് മുഖം മൂടി, 2 ചിറകുകൊണ്ട് പാദം മൂടി, 2 ചിറകുകൊണ്ട് പറന്നുകൊണ്ട് ഇപ്രകാരം വിളിച്ചു പറയുന്നു, സൈനികളുടെ ദൈവമായി യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. 3 പ്രാവശ്യം ദൈവത്തെ നോക്കി പറയുന്നു, ദൈവം പരിശുദ്ധനാണ്. Why 3 times? എന്തുകൊണ്ട് 3 പ്രാവശ്യം? പിതാവായ ദൈവം പരിശുദ്ധൻ, പുത്രനായ യേശു പരിശുദ്ധൻ. ഈ രാത്രി എരിമേലി ദേശത്തിന് നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്ന ശക്തനായ പരിശുദ്ധാത്മാവ്, അവൻ പരിശുദ്ധനത്രേ. ദൈവം പരിശുദ്ധനത്രേ. സ്വർഗത്തെക്കാളും പരിശുദ്ധൻ, ദൂതന്മാരെക്കാളും പരിശുദ്ധൻ, ഏക പരിശുദ്ധനായ ദൈവം. ആ പരിശുദ്ധനായ ദൈവം സ്വർഗത്തിൽ
ലോകത്തിൽ ഇരുന്ന് കളയാതെ ഈ ലോകത്തിലേക്ക് വന്നു. പള്ളി പണിയാനല്ല, മതം സ്ഥാപിക്കാനല്ല, അത്ഭുതം ചെയ്ത് പേരെടുപ്പാനല്ല ആ ദൈവം ഈ ലോകത്തിലേക്ക് വന്നത്. ആ യേശു ഈ ലോകത്തിലേക്ക് വന്നത് നിന്റെ പാപത്തിൽ നിന്ന് നാളെയല്ല, ഇന്ന് രാത്രി ഒരു അറുതി വരുത്തി നിന്നൊരു ദൈവവേദനായി തീർക്കുവാൻ, നിന്നെ കൃപയാൽ രക്ഷിപ്പാൻ യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് താണിറങ്ങി. യേശു ഈ ലോകത്തിൽ ഉലാവുമ്പോൾ അവനുള്ള ഫാൾട്ട്, കുഴപ്പം, കുറ്റം, പാപം കണ്ടുപിടിപ്പാൻ ഓടിക്കൂടിയതായ ഒരു കൂട്ടം കപട വ്യക്തിക്കാരെ നോക്കി അവിടെ ഹൃദയ വിചാരങ്ങൾ ഉള്ളതിനെ പോലെ അറിയുന്നവനായി യേശു ചോദിച്ചു, നിങ്ങളിൽ ആർ എന്നെ പാപത്തെ കുറിച്ച് ബോധം വരുത്തും? യേശു പറഞ്ഞു, അവനിൽ പാപം ഇല്ലേ ഇല്ല. വേദ പുസ്തകം പറയുന്നു, യേശുവിനോട് കൂടെ 3.5 വർഷം കൂടെ നടന്നതായ പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, അവൻ പാപം ചെയ്തിട്ടേ ഇല്ല. തക്കം കിട്ടിയപ്പോൾ കാണിച്ചു കൊടുത്ത ദ്രോഹിയ യൂദ പറയുന്നു, അയ്യോ കുറ്റമില്ലാത്ത രക്തത്തെ ഞാനിതാ കാണിച്ചു കൊടുത്തു. ഓ തിരിച്ചും മറിച്ചും തിരിച്ചും ചോദ്യം ചെയ്തതായ പീലാത്തോസ് എന്ന ഗവർണർ പറയുന്നു, ഓ സ്തോത്രം, ഇവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. പീലാത്തോസിന്റെ ഭാര്യ ഒരു കത്തെഴുതി കൊടുത്തിട്ട് പറയുന്നു, അവൻ നീതിമാനാണ്, അവന്റെ കാര്യത്തിൽ ഇടപെടരുത്. യേശു പറഞ്ഞു, അവനിൽ പാപമില്ല. പത്രോസ് പറഞ്ഞു, യൂദാ പറഞ്ഞു, പീലാത്തോസ് പറഞ്ഞു, അവന്റെ ഭാര്യ പറഞ്ഞു. എന്തിനേറെ പറയുന്നു? ദൈവമക്കൾക്കെതിരെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ഒരുത്തനാണല്ലോ സാത്താൻ. പിശാചിന്റെ തല തകർന്നത് മുൻപ് തന്നെ അന്ധകാര ശക്തികൾ യേശുവിനെ കാണുമ്പോഴൊക്കെ ആളാറി വിളിച്ചിട്ട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? നീ ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ. യേശു കർത്താവ്, അവൻ പാപമില്ലാത്തവൻ. യേശുവിൽ ഓ സ്തോത്രം പാപമില്ല. യേശു പരിശുദ്ധനത്രേ. എബ്രായർ 4:12, എബ്രായർ 4:15, ഓ സ്തോത്രം, എബ്രായർ 2:18 വേദ പുസ്തകം പറയുന്നു, ഓ അവൻ പാപം ഒഴികെ നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു. നിഷ്കളങ്കരായ യേശു, ഓ പാപമില്ലാത്തവനായ യേശു നിനക്ക് വേണ്ടി മരിച്ചു, നീ രക്ഷിക്കപ്പെടുവാൻ. നിങ്ങൾ ചോദിക്കും, മറ്റൊരുത്തൻ മരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ രക്ഷപ്പെടുന്നത്? തിരുനെൽവേലി ജില്ലയിൽ ഒരുപക്ഷെ 15 വർഷം മുമ്പ് നടന്നതായ ഒരു യഥാർത്ഥ സംഭവം പറയട്ടെ. തിരുനെൽവേലി ജില്ലയിൽ നടന്ന സംഭവം. ഒരു ബന്ധിന്റെ ദിവസം ഇത് സംഭവിക്കുകയുണ്ടായി. അതിനടുത്തുള്ളതായ ഒരു പാവപ്പെട്ട ഭവനത്തിൽ ഒരമ്മയ്ക്ക് 2 മക്കൾ ഉണ്ടായിരുന്നു. മൂത്തവൻ സൽസ്വഭാവി, നല്ല മകൻ, മനുഷ്യൻ, നല്ല മകൻ. എന്നാൽ ഇളയവനോ ദുഷ്ടൻ, നാട്ടുകാരെ ദ്രോഹിച്ച് ഒരു റൗഡിയായി, കവല ചട്ടമ്പിയായി മറ്റുള്ളവരെ സ്തോത്രം അത് അടിച്ച് തകർത്ത് അവനെങ്ങനെ നടന്നിട്ടേയിരുന്നു. ഒരു ദിവസം സ്തോത്രം, ഒരു ബന്ധിന്റെ ദിവസം ആൾക്കാരുടെ കൂട്ടം കൂട്ടമായി ജാതിയായി കടന്നു വെക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവൻ എതിർത്തു വന്നു. അടിപിടിയായി ബഹളമായി അരികിൽ തീരുകയിരുന്നതായ കത്തിയെടുത്ത് 4-5 പേരെ കുത്തി. 3-4 പേർ ഉടൻ മരിച്ചു. മറ്റു ചിലർ ഗുരുതരമായി സ്തോത്രം പരിക്കേറ്റ്. ഓ അവന്റെ ഹൃദയം അപ്പോഴുള്ള ദേശത്തിലെന്ന് തോന്നി, അപ്പോഴുള്ള മദ്യ ലഹരിയിൽ എങ്ങനെ ചെയ്തത്. എന്നാൽ അവൻ ചിന്തിച്ചു, ഗ്രാമം ഇളകിയിരിക്കുന്നു, നാട്ടുകാർ പിന്നാലെ ഓടിക്കുന്നു, പോലീസിന്റെ കയ്യിൽ പെട്ടാൽ സ്തോത്രം രക്ഷയില്ല, രക്ഷപ്പെടണം. എങ്ങനെ രക്ഷപ്പെടുവാൻ കഴിയും? അവൻ ദിവസങ്ങളോളം ഓടി ഈ ജനത്തിനെ കണ്ണുവെട്ടിച്ച് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ ചിന്തിച്ചു, എനിക്കൊരു ജ്യേഷ്ഠ സഹോദരനുണ്ട്. സ്തോത്രം, നിങ്ങൾ ഇരട്ട സഹോദരന്മാരത്രേ, കണ്ടാൽ എന്നെ പോലെ മാത്രമേ തോന്നത്തുള്ളൂ. ഓ എന്റെ കുലത്തുള്ളതായ ഒരു പുള്ളി മാത്രമുണ്ട്, അത് മാത്രം വ്യത്യാസം. അതുകൊണ്ട് കണ്ടിട്ടത്രേ അമ്മ തിരിച്ചറിയുന്നത്. നാട്ടുകാർക്ക് എല്ലാവർക്കും പേരുമാരെ കണ്ടാൽ ഒരേപോലെ ഇരിക്കും. ഈ സൽസ്വഭാവിയായ ചേട്ടൻ രാവിലെയും വൈകിട്ടും എപ്പോഴും പറയും, നല്ലവനായി ജീവിക്ക്, നന്നായി ജീവിക്ക്. എന്നാൽ ഇവനോ ദുഷ്ടനായി ജീവിച്ചു. അവൻ ചിന്തിച്ചു, എന്റെ ചേട്ടൻ ഈ ക്രിട്ടിക്കൽ ടൈമിൽ ഈ സമയത്തന്നെ കൈവിടത്തില്ല. ഓടി ആ വീട്ടിൽ പോയി. ഓ അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ കഥകൾ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ഓ രക്തം പുരണ്ട സ്തോത്രം, അതെ ആ വസ്ത്രം, ഓ ആ കഠാര കാണിച്ചിട്ട് അവൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഇതാ, ഓ പെട്ടെന്നുള്ള ആവേശത്തിൽ ഞാൻ അവരെ കൊന്നു കളഞ്ഞു. ഇതാ നാട്ടുകാർ പിന്നാലെ വരുന്നു, പോലീസുകാർ വരുന്നു, അവരെന്നെ കണ്ടെന്ന് തോന്നുന്നു, എങ്ങനെയെങ്കിലും നീ രക്ഷിക്കണം. ജ്യേഷ്ഠ സഹോദരന്റെ മനസ്സലിഞ്ഞു. അവൻ പറഞ്ഞു, നിന്റെ വസ്ത്രം എനിക്ക് തരിക, എന്റെ വസ്ത്രം നീ ധരിക്ക. പരസ്പരം വസ്ത്രം മാറി. അവസാനം അനുജനത്തിന് ഘടാരം വാങ്ങി. ഇപ്പോൾ നോക്ക്, കൊലയാളിയുടെ വേഷത്തിൽ ആ നിഷ്കളങ്കനായ ചേട്ടൻ നിൽക്കുന്നു. അടുത്ത നിമിഷത്തിൽ 100 കണക്കിന് ആൾക്കാർ ആ ഭവനം വളഞ്ഞു. പോലീസുകാർ ഓ സ്തോത്രം വാതിൽ ചവിട്ടി പൊളിച്ചു. ഉള്ളിൽ നോക്കുമ്പോൾ വേഷം കണ്ടിട്ട് അവർ പറഞ്ഞു, ദേണ്ടേ കൊലയാളി, പിടിക്ക്. അവനെ പിടിച്ചു, അറസ്റ്റ് ചെയ്തു, കോടതിയിൽ കൊണ്ടുപോയി. അവസാനം ജയിലുമായി വാർത്ത അറിഞ്ഞപ്പോൾ ഇളയ സഹോദരൻ പറഞ്ഞു, എന്റെ സഹോദരൻ നിഷ്കളങ്കൻ
നല്ലവനാണെങ്കിൽ അവന് ഒരു കുഴപ്പവുമില്ല. അവൻ നല്ലവൻ. പക്ഷേ ഞാൻ രക്ഷപ്പെടുവാൻ, ഞാൻ വിടുതൽ പ്രാപിപ്പാൻ, ഞാൻ ജയിലിൽ പോകാതിരിപ്പാൻ എന്റെ സഹോദരൻ സ്വന്തം കുറ്റം എനിക്ക് വേണ്ടി ഏറ്റെടുത്തു. ഇന്ന് രാത്രി നീ മദ്യപാനിയായിരിക്കും, ഇന്ന് രാത്രി നീ വ്യഭിചാരിയായിരിക്കും, ഇന്ന് രാത്രി ദുഷ്ടഭാവത്തിന്റെ ക്രമത്തിൽ നീ ബന്ധിക്കപ്പെട്ടിരിക്കും, മദ്യവും മയക്കുമരുന്നും നിന്നെ തകർക്കുന്നുണ്ടായിരിക്കും. എന്നാൽ സകല ശിക്ഷ നിന്നിൽ നിന്ന് വിട്ടുമാറി ഈ രാത്രി യേശുവിന്റെ മകനാകുവാൻ, യേശുവിന്റെ മകളാകുവാൻ, ദിവ്യമായ സമാധാനത്തിൽ നീയത്തിന്റെ കുടുംബവും പ്രാപിപ്പാൻ ദിവ്യമായ സമാധാനം നിനക്കുണ്ടാകുവാൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് നിനക്ക് വേണ്ടി മരിച്ചു. ആരോ യേശുവിനെ കൊന്നതല്ല, യേശു കർത്താവ് നിനക്ക് വേണ്ടി മരിച്ചതത്രേ. യേശു നിനക്ക് വേണ്ടി മരിച്ചതത്രേ. കേൾക്കുന്നവർ കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ നന്ദി പറഞ്ഞാട്ടെ. നിന്റെ പാപം നിന്നിൽ നിന്ന് വിട്ടുമാറുവാൻ യേശു കർത്താവ് നിനക്ക് വേണ്ടി മരിച്ചു. പ്രവാചകൻ അതുകൊണ്ടത്രേ പറയുന്നത്, സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരുവിൻ, ഞാനല്ലാതെ ഒരു ദൈവവുമില്ലല്ലോ. ഇന്ന് രാത്രി നരകത്തിൽ നിന്ന് നീ സ്വർഗത്തിലേക്ക് ചാടി കടക്കുവാൻ പല വഴികളില്ല. ഇന്ന് രാത്രിയിലും മോക്ഷം പ്രാപിപ്പാൻ സ്വർഗത്തിൽ പോകുവാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അതത്രേ നസറേയനായ യേശു. 1900 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ഏറ്റവും വലിയ മതകോടതി 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിനെ പിടിച്ച് നടുവിൽ നിർത്തിയിട്ട് അശേഷം യേശുവിന്റെ നാമത്തിൽ മിണ്ടരുത്, അശേഷം യേശു കർത്താവ് എന്ന് പറയരുത്, യേശുവിന്റെ നാമം പറയരുത് എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് എന്താ പറഞ്ഞത്? അശേഷം ഈ നാമത്തിൽ മിണ്ടരുത് എന്ന് ചൊല്ലിട്ട് പത്രോസ് ഇങ്ങനെ പറയുന്നു, 4:12 പ്രവൃത്തിയിൽ മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിടയിൽ നൽകപ്പെട്ട ഏകനാമമത്രേ യേശുവിന്റെ നാമം. ഇന്ന് രാത്രി കേൾക്കണമേ, നീ രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു നാമമേ ഉള്ളൂ, അതാണ് യേശുവിന്റെ നാമം. നിന്റെ കുടുംബം ഏതാണെങ്കിലും, നിന്റെ ജാതി ഏതാണെങ്കിലും, നീ ഏത് സാഹചര്യത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവനെങ്കിലും ഈ രാത്രി ഓർക്ക്, നീ സ്വർഗത്തിൽ പോകുവാൻ, ദൈവ പൈതലാകുവാൻ യേശു നിനക്ക് വേണ്ടി മരിച്ചു. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നീ രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു നാമമേ ഉള്ളൂ, അതാണ് യേശുവിന്റെ നാമം. വേദപുസ്തകം പറയുന്നു, 2000 വർഷങ്ങൾക്ക് മുമ്പ് മൂന്നാളികളിൽ 2 കള്ളന്മാർ നടുവിൽ യേശു കർത്താവ് തൂങ്ങി നിന്ന് സ്വന്തം തോളിൽ തലചാച്ച് അവൻ ജീവനെ വെടിഞ്ഞു. അതുകൊണ്ടും തീർന്നില്ല. ഒരു പടയാളി കടന്നു വന്നു, അവന്റെ കയ്യിൽ ഒരു കുന്തമുണ്ട്. ആ കുന്തത്താൽ യേശു കർത്താവിന്റെ വിലാപ്പുറം കുത്തി തുളച്ചു. യോഹന്നാൻ 19:34 പറയുന്നു, അവസാന തുള്ളി രക്തവും അത് പുറത്തേക്ക് ഒഴുകി. തൂങ്ങി ക്രൂശിന്മേൽ കിടന്ന യേശുവിന്റെ ശരീരത്തിലെ അവസാന തുള്ളി രക്തവും അത് പുറത്തേക്ക് ഒഴുകി. എന്താ കാര്യമെന്നറിയാമോ? ഇന്ന് രാത്രി ഈ ശബ്ദപരിധിക്കുള്ളിൽ കാണപ്പെടുന്ന അവസാനത്തെ ഭാവിയുടെ അവസാനത്തെ പാപവും മാറ്റപ്പെടുവാൻ യേശുവിന്റെ അവസാന തുള്ളി രക്തവും നിനക്ക് വേണ്ടി ചൊരിയപ്പെട്ട് ഈ രാത്രികൾക്ക് യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി രക്ഷയുണ്ട്. Those who call upon the name of the Lord, they shall be saved. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും ഇന്ന് രാത്രി രക്ഷിക്കപ്പെടും. 2 കരങ്ങളെ ഉയർത്തി ആ കരങ്ങളെ ചലിപ്പിച്ച് ഇന്ന് രാത്രി പറഞ്ഞാട്ടെ, യേശു മാത്രം കർത്താവ്. പറയാട്ടെ, യേശു മാത്രം കർത്താവ്. ഒരിക്കൽ കൂടെ, യേശു മാത്രം കർത്താവ്. നീയും രക്ഷിക്കപ്പെടുവാൻ യേശു കർത്താവ് ക്രൂശിന്മേൽ മരിച്ചു. 1 അവൻ ആത്മാവിന് രക്ഷ തരുന്നു. 2 അവൻ മനസ്സിന് സ്വസ്ഥത തരുന്നു. ഏത് പുസ്തകം പറയുന്നു? 23-ാം സങ്കീർത്തനത്തിൽ അവൻ പച്ചയായി പുൽപ്പുറത്ത് നമ്മെ കിടത്തുന്നു, സ്വസ്ഥമായ വെള്ളത്തിനരികിലേക്ക് നമ്മെ നടത്തുന്നു. യേശു നിന്റെ കർത്താവ് നിന്റെ മനസ്സിന് സ്വസ്ഥത തരുന്നു. 3 ശരീരം നിന്റെ ശരീരത്തിന് സൗഖ്യം തരുന്നു. ദൈവം യേശു അവൻ രോഗം തരുന്ന ദൈവമല്ല, അവൻ സൗഖ്യം തരുന്ന ദൈവമല്ല. ഏത് പുസ്തകം പറയുന്നു? യേശു കർത്താവ് ആർക്കും രോഗം കൊടുത്തതേയില്ല. യേശു എല്ലാവരും തൊട്ട് സൗഖ്യമാക്കി. ഒരു ദിവസം ഒരു കുഷ്ഠരോഗി യേശു കണ്ടു. അവനെ കണ്ട മനസ്സിന് യേശു അവനെ തൊട്ടു. വചനം പറയുന്നു, യേശു കർത്താവ് കുഷ്ഠരോഗിയെ തൊട്ടപ്പോൾ കുഷ്ഠം യേശുവിലേക്ക് വന്നില്ല. പകരം ദൈവത്തിന്റെ ശക്തി യേശുവിൽ നിന്ന് കുഷ്ഠരോഗിയിലേക്ക് വ്യാപരിച്ച് കുഷ്ഠരോഗി സൗഖ്യമായി. ഇന്ന് രാത്രി യേശു നിന്നെ സൗഖ്യമാക്കട്ടെ, യേശു നിന്നെ വിടുവിക്കട്ടെ, യേശു നിനക്കായി വഴിവ ചെയ്യട്ടെ. 70% യേശുവിന്റെ പബ്ലിക് മിനിസ്ട്രി
പരസ്യ ശുശ്രൂഷ നിങ്ങൾ നോക്കിയാൽ അത് സൗഖ്യവും വിടുതലുമായിരുന്നു. എത്ര പെന്തക്കോസ്തുകാർ അത് കേട്ട് 70% യേശുവിന്റെ അതേ സ്തോത്രം ആ പബ്ലിക് മിനിസ്ട്രി പരസ്യ ശുശ്രൂഷ നോക്കിയാൽ അത് സൗഖ്യവും വിടുതലുമായിരുന്നു. 70% സൗഖ്യവും വിടുതലുമായിരുന്നു. എത്ര പേർ ആമേൻ പറയും? വചനം പറയുന്നു യേശു കർത്താവ് എവിടെ നിന്നെങ്കിലും വന്നു എങ്കിൽ അവൻ സൗഖ്യമാക്കിയിട്ട് വന്നു. യേശു എവിടെയെങ്കിലും ആയിരുന്നുവെങ്കിൽ അവൻ സൗഖ്യമാക്കിക്കൊണ്ടിരുന്നു. അവൻ എങ്ങോട്ടെങ്കിലും പോയെങ്കിൽ അവൻ സൗഖ്യമാക്കാൻ പോയി. കഴിഞ്ഞ ആഴ്ച അത് ഇതേ നേരത്തെ ഞങ്ങൾ പുനലൂരായിരുന്നു. 100 കണക്കിന് വ്യക്തികളെ കർത്താവ് അവിടെ സൗഖ്യമാക്കി യേശു ഇന്ന് രാത്രി ഇവിടെ അനേകരെ യേശുവിൻ നാമത്തിൽ സൗഖ്യമാക്കിക്കൊണ്ട് ഇരിക്കുന്നു. ഇവിടെ നിന്ന് അടുത്ത നോർത്ത് ഇന്ത്യ മീറ്റിംഗ്സ് 2.5 മാസം നോർത്ത് ഇന്ത്യയുടെ വിവിധ പട്ടണങ്ങളിൽ യേശു കർത്താവ് തന്റെ ജനത്തെ സൗഖ്യമാക്കുവാൻ പോകുന്നു. വേദപുസ്തകം പറയുന്നു 2000 വർഷങ്ങൾക്ക് മുമ്പ് മുടന്തനം നടത്തിയവൻ, കുരുടന് കണ്ണു കൊടുത്തവൻ, മരിച്ചവനെ എണിപ്പിച്ചവൻ, അന്ന് സൗഖ്യം കൊടുത്ത അന്നത്തെ യേശു പെൻഷൻ പറ്റിയിട്ടില്ല. അന്ന് അത്ഭുതം ചെയ്ത യേശു ഊന്നുമടി എടുത്തിട്ടില്ല. അന്നത്തെ യേശു ഇന്നും ജീവിക്കുന്നു. ഇന്നും അവൻ സൗഖ്യമാക്കുന്നു. ഇന്നും യേശു വിടുവിക്കുന്നു. വല്ലപ്പോഴും മാത്രം കുളം കലക്കുവാൻ ഒരു ദൂതൻ ഇറങ്ങുമായിരുന്നു. വല്ലപ്പോഴും മാത്രം ദൂതൻ ഇറങ്ങി ആ കുളം കലക്കുമ്പോൾ ആദ്യം ഇറങ്ങുന്ന ഒരുത്തന് മാത്രം വിടുതലായിരുന്നു. എന്നാൽ ഇന്ന് രാത്രി ഓർക്കണമേ, വല്ലപ്പോഴും മാത്രമല്ല ഈ കുളം കലങ്ങുന്നത്. സഭായോഗത്തിന്റെ 2ാമത്തെ പാട്ട് മാത്രം വേഗത്തിൽ പാടുമ്പോഴല്ല ഈ കുളം കലങ്ങുന്നത്. ശ്രദ്ധിക്കുക, 24 മണിക്കൂറും ഈ കുളം കലങ്ങിയിരിക്കുക. 24 മണിക്കൂറും ഈ കുളം കലങ്ങിയിരിക്കുക. ആരാണോ ഇതിനെ കലങ്ങുന്നത്? ആദ്യം ഇറങ്ങുന്നവർ മാത്രമല്ല, എല്ലാവരും യേശുവിന്റെ നാമത്തിൽ അവർ സൗഖ്യം പ്രാപിക്കുക. കാര്യം എന്താണ്? വേദപുസ്തകം പറയുന്നു, സാക്ഷാൽ യേശു നിങ്ങളുടെ രോഗങ്ങളെ വഹിച്ചു, നിങ്ങളുടെ വേദനകളെ ചുമന്ന് അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഈ രാത്രി കേൾക്കുന്നവർ മാത്രം കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറ. യേശു നിന്റെ ക്യാൻസർ ചുമന്നു, യേശു നിന്റെ കുരുടായ അവസ്ഥ ചുമന്നു, യേശു നിന്റെ ബലഹീനത ചുമന്നു, യേശു നിന്റെ ഹൃദയരോഗം ചുമന്നു, യേശു നിന്റെ ബലഹീനത ചുമന്നു. നിന്റെ ഏതെങ്കിലും ഒരു പേപ്പറിൽ നിന്റെ രോഗം മുഴുവൻ എഴുതിയാൽ ഞാൻ ഇന്ന് രാത്രി തിരിച്ച് എഴുതി തിരികെ തരും. ഞാൻ പറയും, ഇതൊന്നും നീ ചുമക്കണ്ട. കാരണം 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ഈ സകല രോഗം ക്രൂശിന്മേൽ അവൻ ചുമന്ന് കഴിഞ്ഞ് പകരം അവന്റെ സൗഖ്യം നിനക്കവൻ നൽകുന്ന വചനം പറയുന്നു. പൂർണ്ണമായി രക്ഷിക്കുന്നതായ ശ്രേഷ്ഠ മഹാപുരോഹിതൻ. ഒന്നവൻ ആത്മാവിനെ രക്ഷിക്കുന്ന, രണ്ടവൻ മനസ്സിനെ സ്വസ്ഥത നൽകുന്ന, 3 നിന്റെ ശരീരത്തെ അവൻ സൗഖ്യമാക്കുന്ന, പൂർണ്ണമായി രക്ഷിക്കുന്നവൻ. പഴയ നിയമത്തിലെ പുരോഹിതന്മാർ ഭാഗികമായി പോലും ആരും രക്ഷിക്കാതിരിക്കുമ്പോൾ പുതിയ നിയമത്തിൽ പുരോഹിതനാകുന്ന യേശു അവൻ പൂർണ്ണമായി രക്ഷിക്കുന്നവൻ. ഇന്ന് രാത്രി അപൂർണമായ രക്ഷ, അപൂർണമായ വിടുതൽ ദേഹത്തിൽ, ദേഹിയിൽ, ആത്മാവിൽ സകല വ്യക്തിയിലേക്കും വ്യാപരിക്കട്ടെ. രണ്ടാമത് എന്താണ് യേശുവിനെ ശ്രേഷ്ഠ മഹാപുരോഹിതനാക്കുന്ന 2ാമത്തെ കാര്യം? എബ്രായലേഖനം 7-ാം അധ്യായം തന്നെ അതിൽ 24-ാം വാക്യം. എബ്രായർ 7:24. ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യം ആകുന്നു പ്രാപിച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടെ വായിച്ചാട്ടെ ബ്രദർ സാമുവൽ. ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യം ആകുന്നു പ്രാപിച്ചിരിക്കുന്നത്. ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം മനസ്സിലായോ? പെൻഷൻ പറ്റാത്തതായ അതേ പൗരോഹിത്യം. മനോരമയെ കണ്ടിട്ടല്ലേ ചില സ്തോത്രം ആൾക്കാർ മരിച്ച ശേഷം ഇന്ന പുരോഹിതൻ കാലം ചെയ്തു എന്ന് എഴുതിയിരിക്കുന്നത്. എന്നാൽ കാലങ്ങളെ ഉണ്ടാക്കിയവൻ കാലം ചെയ്യുന്നതേ ഇല്ല. അവൻ ഒരിക്കൽ മരിച്ചു, എന്നാൽ പിന്നെ ഉയർത്തെഴുന്നേറ്റ് എന്നേക്കും ജീവിക്കുന്നു. പഴയ നിയമത്തിലെ സകല പുരോഹിതന്മാരും മരിച്ച് അവിടെ പൗരോഹിത്യത്തിന് ഒരവസാനം വന്നപ്പോൾ പുതിയ നിയമത്തിലെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ ശ്രേഷ്ഠനാകുന്ന രഹസ്യം ഇതത്രേ, അവൻ മരണത്തെ പരാജയപ്പെടുത്തി എന്നേക്കും ജീവിക്കുക. മനസ്സിലായ മാതൃകാര്യങ്ങൾ ഹല്ലേലൂയ പറഞ്ഞാണ് കേട്ടില്ല. ഒരിക്കൽ കൂടെ ശക്തിയായി പഴയ നിയമത്തിലെ പുരോഹിതന്മാർ സകലരും മരിച്ച് പൗരോഹിത്യത്തിന് അന്തം വന്നപ്പോൾ പുതിയ നിയമത്തിലെ പുരോഹിതൻ ഉയർത്തെഴുന്നേറ്റ് എന്നും ജീവിക്കുന്നത് കൊണ്ട് വേദപുസ്തകം പറയുന്നു, ഇവരോ മാറാത്ത പൗരോഹിത്യം മാത്രമേ പ്രാപിച്ചിരിക്കുന്നത്. മാറാത്ത പൗരോഹിത്യം ഉള്ളത് കൊണ്ട് യേശു കർത്താവ് ശ്രേഷ്ഠ മഹാപുരോഹിതൻ. വേദപുസ്തകം പറയുന്നു, യേശു ഈ ലോകത്തിൽ പരസ്യ ശുശ്രൂഷ വേളകൾ നടക്കുമ്പോൾ വ്യക്തികളോട് അവൻ പ്രവചിച്ചു, കുടുംബങ്ങളോട് പ്രവചിച്ചു, പട്ടണങ്ങളോട് പ്രവചിച്ചു, മുഴു ലോകത്തോടും പ്രവചിച്ചു. മാത്രമല്ല നാട്ടുകാരെ കുറിച്ച്, മറ്റുള്ളവരെ കുറിച്ച് മാത്രമല്ല അവൻ പ്രവചിച്ചത്, സ്വന്തമായി തന്നെ കുറിച്ചും യേശു കർത്താവ് പ്രവചിച്ചു. യേശു തന്നെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞു, ഈ ലോകത്തിൽ
ലോകത്തിൽ ഞാൻ വന്നത് ഓ സ്വത്രം അതെ മരിക്കുവാനത്രേ. വീണ്ടും യേശു പറഞ്ഞു, എന്നാൽ മരണം കൊണ്ട് എന്റെ ജീവിതം തീർന്നു പോകത്തേ ഇല്ല. ഓ ഒരിക്കൽ ഞാൻ മരിക്കും, അതിനുശേഷം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. അത് കേട്ട അന്ധകാര ശക്തികൾ ഞെട്ടിവിറച്ചു, അത് കേട്ട അധികാരികൾ വിറച്ചു. കാരണം പ്രവാചകൻ വാ തുറന്നാൽ ഓ ഗ്യാസ് അല്ല പുറപ്പെടുന്നത്, പ്രവാചകൻ വാ തുറന്നാൽ ഓ ഇരുവാൾ തലയുള്ള വാളത്തിലെ പുറപ്പെടുന്നത്. അന്ധകാര ശക്തികളെ വെട്ടി നുറുക്കേണ്ടതായ വാളായി ഈ രാത്രിയിലും പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന പ്രവചന ദൂതുകൾക്കായി സ്തോത്രം. നിന്റെ ദേശത്തിൽ നിന്റെ സഭയിൽ നിരക്കെതിരെ സാത്താൻ പഴയതും പുതിയതുമായ ഏതെങ്കിലും വടങ്ങളെ ബന്ധനങ്ങളെ ഇട്ട് പൊരുതുന്നു എങ്കിൽ ദൈവത്തിന് ദൂത് സംസാരിച്ച് വാളാണെന്ന് പറഞ്ഞു നോക്ക്. യേശുവിൻ നാമത്തിലെ വചനം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. വലിയ കൂട്ടങ്ങൾ നോക്കിയവൻ പറഞ്ഞു ഞാൻ ഉയർത്തെഴുന്നേൽക്കും. പുരുഷാരത്തെ നോക്കി യേശു പറഞ്ഞു ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ചെറിയ ഗ്രൂപ്പായി 12 പേരുള്ള ശിഷ്യന്മാരുടെ നടുവിൽ നിന്ന് യേശു കർത്താവ് പറഞ്ഞു ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഒരു ദിവസം യെരൂശലേം ദേവാലയത്തെ ഉറ്റുനോക്കി യേശു കർത്താവ് പറഞ്ഞു ഓ ഈ നിന്റെ പള്ളിയുണ്ടല്ലോ, ഈ ആലയുണ്ടല്ലോ, ഈ ആലയുണ്ടല്ലോ, ഇത് പൊളിഞ്ഞു വീഴും, ഈ ആലയം പൊളിയും. എന്നാൽ കർത്താവ് പറഞ്ഞു ഈ ആലയമാകുന്ന എന്റെ ശരീരമുണ്ടല്ലോ ഇത് പൊളിയത്തില്ല. ആ പ്രകൃതിയും പ്രപഞ്ചത്തെയും 6 ദിവസം കൊണ്ട് നിർമ്മിച്ചവരായ ദൈവം ഇപ്രകാരം പറഞ്ഞു 3 ദിവസം കൊണ്ട് ഈ ആലയത്തെ ഞാൻ പണിയും. അതിന്റെ അർത്ഥം ഓ എന്റെ ശരീരമാകുന്ന ഈ ആലയത്തെ എത്രത്തോളം നിങ്ങൾ തകർത്താലും, എത്രത്തോളം അടിച്ചു തകർത്താലും, ചാട്ടവാറിൽ അടിച്ചു തകർത്താലും, ക്രൂശിന്മേൽ വെച്ച് അടിച്ചു തകർത്താലും, എത്രത്തോളം എന്റെ ശരീരത്തെ നിങ്ങൾ തകർത്താലും ഓ വെറും 3 ദിവസം കൊണ്ട് ഞാൻ ഇതിനെ പണിയും. അതിന്റെ അർത്ഥം 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഒരു ദിവസം മത പണ്ഡിതന്മാർ നിരന്നിരിക്കുമ്പോൾ, പരീശന്മാർ നിരന്നിരിക്കുമ്പോൾ യേശു കർത്താവ് ചോദിച്ചു നിങ്ങൾക്ക് പ്രവാചകൻ യോനെ അറിയാമോ? ഇവിടെ ഇതാ യോനയിലും വലിയവൻ. ഓ യോന കടലാനയുടെ വയറ്റത്ത് 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ ഭൂമിക്കുള്ളിൽ 3 രാവും 3 പകലും ഇരിക്കും. എന്തുകൊണ്ട് യേശു കർത്താവ് 4 രാവെന്നോ 5 പകലെന്നോ പറഞ്ഞില്ല? കേൾക്കണമേ, ഏറ്റവും സൗന്ദര്യമുള്ള സ്പോർട്സ് സ്റ്റാർ, ഏറ്റവും സൗന്ദര്യമുള്ള സിനിമ സ്റ്റാർ അവർ ചത്തതിന് ശേഷം എടുത്ത് ഏതെങ്കിലും ഭൂമിയിൽ കുഴിച്ചു വെച്ചാൽ സ്തോത്രം അതെ സയൻസ് പറയുന്നു 4-ാം ദിവസമാക്കുമ്പോൾ നാറും. ഏറ്റവും സൗന്ദര്യമുള്ള സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ അവൻ ചത്തുപോയതിനു ശേഷം എവിടെയെങ്കിലും അവനെ അടക്കിയാൽ 4-ാം ദിവസമാകുമ്പോൾ അവർ നാറി തുടങ്ങും. എന്നാൽ ഓ പ്രവാചകന്മാരുടെ ഒറിജിനായിരിക്കുന്ന ദൈവം ഇപ്രകാരം പ്രവചിച്ചു പറഞ്ഞു എന്റെ പരിശുദ്ധനെ ദൈവത്വം കാണുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഷാരോനിലെ പരിധിയിൽ പുഷ്പം നാറുവാൻ ദൈവം സമ്മതിച്ചതേ ഇല്ല. അതുകൊണ്ട് യേശു കർത്താവ് ആ സത്യം മനസ്സിലാക്കി പറഞ്ഞു 3-ാം ദിവസമാകുമ്പോൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഓ ഏത് പുസ്തകം പറയുന്നു ആ വെള്ളിയാഴ്ച യേശു കർത്താവിനെ അറസ്റ്റ് ചെയ്ത് അവനെ അടിച്ച് അവന്റെ മേൽ കുരിശ് വെച്ച് അവന്റെ മുൾക്കിരീടത്താൽ അവന്റെ തല തകർത്ത് അവസാനം ക്രൂശിന്മേൽ യേശു കർത്താവ് മരിച്ചു. സ്വന്തം അമ്മയ്ക്ക് പോലും തിരിച്ചറിവാൻ കഴിയാത്ത ക്രമത്തിൽ തകർന്ന് നുറുകി യേശു ക്രൂശിന്മേൽ നിന്ന് വേദപുസ്തകം പറയുന്നു തകർന്നും നുറുകി യേശുവിന്റെ ശരീരം ആ ക്രൂശിന്മേൽ ക്രൂശിന്മേൽ കിടക്കുമ്പോൾ അതിന്റെ പരസ്യ ശിഷ്യന്മാർ എല്ലാവരും ഓടി മറഞ്ഞു. എന്നാൽ രഹസ്യ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് ജീവിതത്തിന്റെ നുറുക്കങ്ങളുടെ നടുവിൽ നിന്നെ ആസ്വദിക്കുവാൻ ദൈവം നൽകുന്ന രഹസ്യ ശിഷ്യന്മാർക്കായി സ്തോത്രം. ആ രഹസ്യ ശിഷ്യന്മാർ വന്ന് ആരും വച്ചിട്ടില്ലാത്ത കല്ലറയിൽ പാരമ്പര്യപ്രകാരം ആ തകർന്ന ശരീരത്തെ പൊതിഞ്ഞ് അടക്കം ചെയ്തു. ഇന്ന് രാത്രി കേൾക്കണമേ, ആരും കിടന്നിട്ടില്ലാത്ത ഗർഭപാത്രത്തിൽ നിന്ന് ഈ ലോകത്തിലേക്ക് ഭൂജാതായവൻ, ആരും കയറിയിട്ടില്ലാത്ത കഴുതപ്പുറത്ത് കയറിയവൻ, ആരും വച്ചിട്ടില്ലാത്ത കല്ലറയിൽ യേശുവിനെ അടക്കി. പാരമ്പര്യപ്രകാരം ആ കല്ലറയുടെ വാതിക്കൽ ഒരു സ്തോത്രം കല്ലിനെ പിടിച്ചു വെച്ച് ആമീൻ പറഞ്ഞ് അവർ കടന്നുപോയി. എന്നാൽ പിശാച് പറഞ്ഞു ഈ ചതിയം പറഞ്ഞിട്ടുണ്ട് സ്തോത്രം അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. സ്തോത്രം വേദപുസ്തകം പറയുന്നു സാത്താന്യ ശക്തികൾ അധികാരികളോട് പ്രവർത്തിച്ചിട്ട് ഈ പ്രകാരം ഒരു പദ്ധതി കിട്ടു ആ കല്ലറയുടെ വാതിക്കൽ മുദ്ര വയ്ക്കണം. പിശാച് പറഞ്ഞു പോരാ, ഒരു പക്ഷേ കല്ലിനെ മാറ്റവൻ പുറത്തു വന്നാൽ അവനെ പിടിച്ചു നിർത്തുവാൻ സ്പെഷ്യൽ സ്ക്വാഡ്, ചില പ്രത്യേക നിലയിലുള്ളതായ
പട്ടാളക്കാരൻ നിൽക്കണം. വെള്ളിയാഴ്ച യേശു കർത്താവ് അപമാനിക്കപ്പെട്ടു, വെള്ളിയാഴ്ച യേശു കർത്താവ് തകർക്കപ്പെട്ടു, വെള്ളിയാഴ്ച യേശു കർത്താവ് മുൾക്കിരീടം ചൂടി, വെള്ളിയാഴ്ച യേശു കർത്താവ് മരിച്ചു, വെള്ളിയാഴ്ച യേശുവിനെ അടക്കി, വെള്ളിയാഴ്ച ഒന്നും സംഭവിച്ചതേ ഇല്ല. എന്നാൽ ശനിയാഴ്ചയും ശാന്തമായി കടന്നുപോയി. എന്നാൽ ഞായറാഴ്ച ഇതാ പ്രഭാതമായി. ഈ രാത്രി കേൾക്കണമേ, ഒരു അപമാനത്തിന്റെ, ഒരു പ്രതിസന്ധിയുടെ, പ്രതികൂലത്തിന്റെ, നിലവിളിയുടെ, കഷ്ടതയുടെ ഒരു വെള്ളിയാഴ്ച നിന്റെ ജീവിതത്തിലുണ്ട് എങ്കിൽ വരുന്നു ഒരു ആഘോഷത്തിന്റെ, ഒരു വിടുതലിന്റെ, ഒരു ഉയർപ്പിന്റെ ഞായറാഴ്ചകൾ നിന്റെ ജീവിതത്തിന് നേരെ വന്നുകൊണ്ടിരിക്കും. എന്നും വെള്ളിയാഴ്ചയല്ല, ഒരു ഞായറാഴ്ചയുമുണ്ട്. ഞായറാഴ്ചയായി കല്ലറയിലെ മുദ്രകൾ ഉടയ്ക്കപ്പെട്ടു. നീ ചോദിക്കും, ബ്രദർ, കല്ലറയ്ക്ക് വിശ്വാസം ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാ കല്ലറയിൽ ദൈവശക്തി വ്യാപരിച്ചത്? നോക്ക്, കല്ലറയ്ക്ക് വിശ്വാസമില്ല. കല്ലറയ്ക്കകത്തിരിക്കുന്നവൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും മാത്രമേ. നിനക്ക് നിന്റെ വിശ്വാസം മതി നിന്റെ വീട്ടുകാർ വിടിവിക്കപ്പെടുവാൻ. എത്ര പേർ ആമേൻ പറയും? ചെങ്കടലിന് വിശ്വാസമില്ല, എന്നാൽ മോശയുടെ വിശ്വാസം മതിയായിരുന്നു ചെങ്കടൽ വിഭാഗിക്കപ്പെടുവാൻ. ഓ സ്തോത്രം. യോർദാൻ നദിക്ക് വിശ്വാസമില്ല, എന്നാൽ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ ചവിട്ടുമ്പോൾ യോർദാൻ വിഭാഗിക്കപ്പെട്ടു. പുരോഹിതന്മാരുടെ വിശ്വാസം മതിയായിരുന്നു യോർദാൻ വിഭാഗിക്കപ്പെടുവാൻ. ഹല്ലേലൂയ. ഓ എരിഹോ മതിലിന് വിശ്വാസമില്ല, എന്നാൽ കറങ്ങി നടന്ന യോശുവയ്ക്കും ഇസ്രായേൽ ജനത്തിനും വിശ്വാസമുണ്ടായിരുന്നു. ആ ഇസ്രായേൽ ജനത്തിന്റെ വിശ്വാസം മതിയായിരുന്നു എരിഹോവ് ആരും പിന്നെ പണിയാതെ വണ്ണം അത് തകർന്നു വീഴുവാൻ. എന്നാൽ പത്രോസിന്റെയും യോഹന്നാന്റെ വിശ്വാസം മതിയായിരുന്നു അവൻ മാനിനെ പോലെ യേശുവിന്റെ ശക്തിയിൽ എഴുന്നേറ്റ് നടക്കുവാൻ. ഇന്ന് രാത്രി ഇതുപോലുള്ള ഒരു യോഗത്തിന് ആദ്യമായിട്ടായിരിക്കാം നീ എത്തിയത്. ഈ നീ യേശുവിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ, സൗഖ്യം പ്രാപിപ്പാൻ നിനക്ക് വിശ്വാസമില്ലായിരിക്കാം. എന്നാൽ ദൈവകൃപയിൽ ദൈവത്തിന്റെ മക്കളാകുന്ന ഞങ്ങളുടെ വിശ്വാസമുണ്ട്. ആ അകത്ത് ഇരുന്നവന്റെ വിശ്വാസം നിമിത്തം ഇതാ കല്ലറയിൽ ദൈവശക്തി വ്യാപരിച്ചു. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിക്കായി സ്തോത്രം. വാതുറന്ന് സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിക്കായി സ്തോത്രം. ഇന്ന് രാത്രി നിന്റെ ഇടതും വലതും ഇരിക്കുന്നവരുടെ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ശക്തി വ്യാപരിക്കുമ്പോൾ, സഹോദരങ്ങളെ, ശക്തി വ്യാപരിക്കുമ്പോൾ ഈ രാത്രിയിലും ഉടക്കപ്പെടുന്ന മന്ത്രവാദ മുദ്രകളുണ്ട്. ശക്തി വ്യാപരിക്കുമ്പോൾ ഇന്ന് രാത്രി ഉടക്കപ്പെടുന്ന ആവിധാരത്തിന്റെ ഘട്ടങ്ങളുണ്ട്. ശക്തി വ്യാപരിച്ചപ്പോൾ അക്കാലത്ത് ഏറ്റവും വലിയ സാമ്രാജ്യത്തെ ശക്തിയായ റോമ ഗവൺമെന്റിന്റെ മുദ്രകൾ ഉടക്കപ്പെട്ടു. മാത്രമല്ല ശക്തി വ്യാപരിച്ചപ്പോൾ അതോടൊപ്പം ഇറങ്ങി വന്നതായ ദൂതന്മാർ ആ കല്ലിനെ ഉരുട്ടി മാറ്റി. ഇന്ന് രാത്രി നിന്റെ ഹൃദയ കണ്ണ് തുറന്നാൽ ഈ രാത്രിയിൽ നിനക്ക് കാണുവാൻ കഴിയും. ഏതോ ഉമ്മൻചാണ്ടി സാറിന്റെ 437 പോലീസുകാരല്ല, എരിമേലിയിൽ നമുക്ക് ചുറ്റും കാവലായി ഇറങ്ങിയിരിക്കുന്നത് ആയിരക്കണക്കിന് ദൈവത്തിന്റെ ദൂതന്മാർ ഈ രാത്രി നമ്മോട് കൂടെ. അവരോട് കൂടെ ഉള്ളവരെക്കാൾ വലിയവനത്രേ നമ്മോട് കൂടെ ഉള്ളവൻ. അവരോട് കൂടെ ഉള്ളവരെക്കാൾ വലിയവനത്രേ. രണ്ട് കരങ്ങളെ അടിച്ച് ഇന്ന് രാത്രി ജനം ദൈവത്തെ സ്തുതിക്കട്ടെ. ശക്തിയായി ദൂതന്മാരുടെ ശുശ്രൂഷയ്ക്കായി ജീവനുള്ള കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്ക്. ഹല്ലേലൂയ. ഏതെങ്കിലും താഴ്വരയിൽ, ഏതെങ്കിലും തീരത്ത്, ഏതെങ്കിലും മലയിൽ കുടിയിരിക്കുന്ന അന്ധകാര കുടിയിരിപ്പുകളെക്കാൾ വലിയ ഒരുവൻ, വലിയ ഒരുവൻ, വലിയ ഒരുവൻ, വലിയ ഒരുവൻ, വലിയ ഒരുവൻ, വലിയ ഒരുവൻ ഈ രാത്രി അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീരപ്രവൃത്തികളാലും ഈ രാത്രി പ്രസംഗിക്കുന്ന ഈ വചനത്തെ ഉറപ്പിപ്പാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദൂതന്മാർ ഇറങ്ങി വന്നു, കല്ലുകളെ ഉരുട്ടി മാറ്റി. ഈ രാത്രി തടസ്സമാണോ, പ്രതിസന്ധിയാണോ, പ്രതികൂലമാണോ, നിന്റെ ഇടർച്ച കല്ലുകളെ, തടങ്കൽ പാറകളെ പിന്നെ ഒരിക്കലും തിരിഞ്ഞു വരാതെ ഈ രാത്രി ഉരുട്ടി മാറ്റുവാൻ ദൂതന്മാർ ഈ രാത്രി ഈ ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, നിന്റെ ഭവനത്തിലുമുണ്ട്. വിശ്വസിക്കുന്നവർക്കായി സ്വന്തം ശക്തി വ്യാപരിച്ചപ്പോൾ ആ ശരീരം മാറി. ഇന്ന് രാത്രി ശക്തി വ്യാപരിക്കുമ്പോൾ ക്യാൻസറുകൾ മറയട്ടെ. ശക്തി വ്യാപരിക്കുമ്പോൾ അടഞ്ഞിരിക്കുന്ന കണ്ണുകൾ തുറക്കട്ടെ. ദൈവ ശക്തി വ്യാപരിക്കുമ്പോൾ മാരകമായ രോഗങ്ങൾ ഈ യേശുവിന്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിക്കായി സ്തോത്രം. ശക്തി വ്യാപരിച്ചപ്പോൾ ആ ശരീരം മാറി, നുറുങ്ങി തകർന്ന് ഉടഞ്ഞിരുന്ന ശരീരം ശക്തി വ്യാപരിച്ചപ്പോൾ തേജസ്സിന്റെ ശരീരമായി പുറത്തേക്ക് വരികയാണ്. എത്ര പേർ ഇന്ന് രാത്രി വിശ്വാസത്താൽ അത് കാണുന്നുണ്ട്? അവനെ കൊണ്ടുപോയി അങ്ങോട്ട്
അങ്ങോട്ട് വച്ചതുപോലെ അല്ല അവൻ കല്ലറയിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചത് നുറുങ്ങിയ ശരീരമായി. എന്നാൽ കല്ലറയിൽ നിന്ന് പുറത്തേക്ക് വന്നത് തേജസ്സിന്റെ ശരീരമായി. ഇന്ന് രാത്രി വിശ്വസിക്ക്, ഈ യോഗത്തിന് നടന്ന് കയറിയതുപോലെ അല്ല ഈ യോഗം കഴിഞ്ഞ് നീ പുറത്തിറങ്ങുന്നത്. യേശുവിന്റെ ശക്തി ഈ രാത്രി നിന്റെ മേൽ വ്യാപരിക്കുന്നു. വചനം പറയുന്നു അങ്ങോട്ട് അവരെ കൊണ്ടുപോയി വെച്ചത് വിലാപഗാനം പാടി കണ്ണുനീരോടെ അടക്കാരാധനയായതുകൊണ്ട് കണ്ണുനീരോടെ വിലാപഗാനം പാടിയാണ് അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചത്. എന്നാൽ പുറത്തേക്ക് വന്നത് ജയത്തിന്റെ ആഘോഷ ശബ്ദത്താലത്രേ. അത് പുറത്തു വന്ന് വിളിച്ചു ചോദിച്ചു, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? ഹേ പാതാളമേ നിന്റെ ജയം എവിടെ? മരണത്തെയും പാതാളത്തെയും പരാജയപ്പെടുത്തി യേശു പുറത്തു വന്നു. ഒരിക്കൽ കൂടെ അങ്ങോട്ട് കൊണ്ടുപോയി അടക്കിയത് ദൈവത്തിന്റെ കുഞ്ഞാടിനെയത്രേ. എന്നാൽ ഉയർത്തെഴുന്നേറ്റ് പുറത്തേക്ക് വന്നത് യഹൂദ ഗോത്രത്തിലെ സിംഹമാത്രേ. ഇന്ന് രാത്രി യേശു ജീവിക്കുന്ന ദൈവം. യെരമീയയിലെ സകല ഭൂതവും ഇന്ന് രാത്രി കേട്ട് അതിന് ഭ്രാന്തലകട്ടെ. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. പറ യേശു ജീവിക്കുന്നു. നീ തകരാൻ പോകുന്നില്ല, നീ ഉടയാൻ പോകുന്നില്ല, നീ ആത്മഹത്യ ചെയ്യാൻ പോകുന്നില്ല, നീ ഭിക്ഷാപാത്രം എടുക്കാൻ പോകുന്നില്ല, നീ ലജ്ജിക്കാൻ പോകുന്നില്ല. പകരം ഇന്നലകളിൽ നീ ജീവിച്ചതിനേക്കാൾ അഭിമാനത്തോടെ സന്തോഷത്തോടെ വിടുതലോടെ ജയത്തോടെ നീ ജീവിക്കാൻ പോകുന്നു. നീ ജീവിക്കാൻ പോകുന്നു, നീ ജീവിക്കാൻ പോകുന്നു. കാരണം യേശു ജീവിക്കുന്നു. യേശു ജീവിക്കുന്നത് കൊണ്ട്, യേശു ജീവിക്കുന്നത് കൊണ്ട് നീയും ജീവിക്കും. ഒരു വെള്ളിയാഴ്ച ദിവസം ഗോഡ്സേ എന്ന് പറയുന്നതായി ഒരുവന്റെ തോക്കിൽ നിന്ന് പുറപ്പെട്ടതായ വെടിയുണ്ട ഏറ്റ് മഹാത്മാഗാന്ധി മരിച്ചു. വെള്ളിയാഴ്ച മഹാത്മാഗാന്ധി മരിച്ചു. സ്തോത്രം. ഞായറാഴ്ച പ്രഭാതമായപ്പോൾ സരോജിനി നായിഡു എന്ന് പറയുന്ന കാലത്ത് വലിയൊരു നേതാവ് ഗാന്ധി സമാധിയിലേക്ക് ഓടി വന്ന് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ബാബുജി ബാബുജി വലിയ പ്രതീക്ഷയാണ് ഈ വെളുപ്പാൻ. കാരണം യേശു കഥാവ് ജീവിച്ചിരുന്നപ്പോൾ നല്ല കാര്യങ്ങളെ പറഞ്ഞു. മഹാത്മജി അവിടെ നിന്ന് ജീവിച്ചിരുന്നപ്പോഴും നല്ല കാര്യങ്ങളെ തന്നെ പറഞ്ഞു. മഹാത്മജി യേശു വെള്ളിയാഴ്ച മരിച്ചു. ബാബുജി അവിടെ നിന്നും വെള്ളിയാഴ്ചയാണ് മരിച്ചത്. എന്നാൽ യേശു ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റ്. എന്നാൽ ബാബുജി നിന്റെ കല്ലറയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല, നീ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. യെരമീയയിൽ സരോജിനി നായിഡു വന്നിരുന്നുവെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാമായിരുന്നു, മഹാത്മാഗാന്ധി മനുഷ്യൻ അതുകൊണ്ട് മരിച്ചു. എന്നാൽ യേശു ദൈവത്തിന്റെ പുത്രൻ, യേശു ദൈവത്തിന്റെ പുത്രനായതുകൊണ്ട് മരണത്തെ അവന് പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. മരണത്തെ യേശുവിന് പിടിച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ പറ. അബ്രഹാം ലിങ്കൻ ഉയർത്തെഴുന്നേറ്റില്ല, ജോൺ എഫ് കെന്നഡി ഉയർത്തെഴുന്നേറ്റില്ല. ആ ലിസ്റ്റ് അങ്ങനെ നീണ്ടുപോകുന്നു. ഒരു പ്രസിഡന്റും പ്രധാനമന്ത്രിയും മതസ്ഥാപകന്മാരും ഗുരുക്കന്മാരും ഉയർത്തെഴുന്നേറ്റില്ല. എന്നാൽ രാജാക്കന്മാരുടെ രാജാവ്, കർത്താക്കന്മാരുടെ കർത്താവ്, ദൈവങ്ങളുടെ ദൈവം യേശു, യേശു അവൻ ഉയർത്തെഴുന്നേറ്റ്. അവൻ പറഞ്ഞു, 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ മധ്യത്തിൽ ഞാൻ ഉണ്ട്. ഈ രാത്രി യേശു ഇവിടെയുണ്ട്. യേശു ഉള്ളിടത്ത് മരണമല്ല ഉള്ളത്, യേശു ഉള്ളിടത്ത് ജീവനുണ്ട്. യായിറോസിന്റെ മകളെ യേശു തൊട്ട് ജീവിപ്പിച്ചു. വചനം പറയുന്നു, നയീല വിധവയുടെ മകളെ യേശു, സ്തോത്രം, യായിറോസിന്റെ മകളെ യേശു പിടിച്ചെഴുന്നേൽപ്പിച്ചു. നയീല വിധവയുടെ മകന്റെ ശവമഞ്ചത്തെ യേശു തൊട്ട് എഴുന്നേൽപ്പിച്ചു. ലാസനെ യേശു പിടിച്ചില്ല, തൊട്ടില്ല, യേശു പറഞ്ഞ് എഴുന്നേൽപ്പിച്ചു. യേശു പറഞ്ഞാലും യേശു പിടിച്ചാലും യേശു തൊട്ടാലും മരണം ഓടും, പകരം ജീവൻ വരും. മരണം ഓടും, പകരം ജീവൻ കടന്നു വരും. മരണം ഓടും, പകരം ജീവൻ കടന്നു വരും. 1996 നവംബർ മാസം 6-ാം തീയതി തിരുവനന്തപുരത്തെ ഏറ്റവും ബെസ്റ്റ് ഡോക്ടർ, ബെസ്റ്റ് ഹോസ്പിറ്റൽ, എന്റെ ഭാര്യ സാനി ഇതാ ഡെലിവറിക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുമ്പോ ആ വലിയ ഏറ്റവും നല്ല ഗൈനക്കോളജിസ്റ്റ് എന്നെ നോക്കി പറഞ്ഞു, സ്തോത്രം, ഇതാ കുഞ്ഞും അമ്മയും ഏത് നേരത്തും ജീവൻ നഷ്ടപ്പെട്ടു പോകും. സിംഗിങ് അതുവരെ നോർമൽ എന്ന് പറഞ്ഞ ഡോക്ടർ, ബ്രാഹ്മൺ നല്ല ഡോക്ടർ ഇപ്രകാരം പറഞ്ഞു, ഏത് നേരത്തും അമ്മയുടെയും മകളുടെയും അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ നഷ്ടപ്പെട്ടു പോകും. അതിങ്ങനെയാ പറഞ്ഞു നിർത്തിയത്. നിനക്കൊരു ദൈവമുണ്ടെങ്കിൽ നിലവിളിച്ചോ. ദൈവത്തിന് മാത്രമേ
ഓ എന്തെങ്കിലും ചെയ്യാൻ കഴിയാത്തത്. ഓ ഞാൻ ഇന്ന് ഓർക്കുന്നു, ഒരു വലിയ വൃക്ഷത്തിന്റെ ചുവട്ടിൽ മാറി നിന്ന് സ്തോത്രം 2.5 മണിക്കൂർ അന്യഭാഷകൾ പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി അന്യഭാഷകൾ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം. കാരണം ആത്മാവ് എവിടെയുണ്ടോ അവിടെ ജയമുണ്ട്. ഈ രാത്രി വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ചലനത്തിനായി സ്തോത്രം. 2.5 മണിക്കൂർ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഡോക്ടർ കടന്നു വരികയാണ്. ഓടിപ്പോയി ചോദിച്ചു, മേഡം എങ്ങനെയുണ്ട്? അതിപ്രകാരം പറഞ്ഞു, ആ മേജർ സർജറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ 3 പ്രാവശ്യം നിന്റെ ഭാര്യയ്ക്ക് ഫിഷുണ്ടായി. വേണമെങ്കിൽ ബ്രെയിൻ ഹെമറേജ് വരാം, ഇല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാം, ശരീരം സ്തംഭിക്കാം, ഇങ്ങനെ പലതും സംഭവിക്കാം. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അമ്മയും കുഞ്ഞും നോർമലായിരിക്കുന്നു. അതൊരു അത്ഭുതം മാത്രമേ. ഞാൻ പറഞ്ഞു, യെസ്, എനിക്കൊരു ദൈവമുണ്ട്. അവൻ അബ്നോർമാലിറ്റിയെ നോർമലാക്കുന്നവനത്രേ. ഈ രാത്രി യേശു പിടിക്കേണ്ടവരെ പിടിക്കുവാൻ പോകുന്നു. യേശു തൊടേണ്ടവരെ തൊടുവാൻ പോകുന്നു. യേശു കർത്താവ് പറയേണ്ടവർ നോക്കി പറയുവാൻ പോകുന്നു. നിന്റെ അവയവങ്ങൾ ചത്തിരിക്കുന്നുവോ, ജീവിതം തകർന്നിരിക്കുന്നുവോ, യേശു ഈ രാത്രി നിന്റെ അരികിലുണ്ട്. കമോൺ, എഴുന്നേറ്റുന്നാട്ടെ. ഇന്ന് രാത്രി ആ ജീവന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കട്ടെ. ആ ജീവന്റെ വ്യാപാരം നിന്റെ മേൽ കടന്നു വരട്ടെ. ഇന്നലെ വരെ സംഭവിച്ചത് മറക്ക്. കഴിഞ്ഞ നാളുകൾ വരെ നടന്നത് മറക്ക്. കണ്ണുകളെ അടച്ച് വായികളെ തുറന്ന് ഈ രാത്രി എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. എത്ര പേർ ഇന്ന് രാത്രി ശ്രേഷ്ഠമായ പുരോഹിതനാകുന്ന യേശുവിന്റെ മുൻപിൽ കണ്ണുകളെ അടച്ച് കരമുയർത്തി പറയും, അതേ കർത്താവേ, ഇന്ന് രാത്രി എനിക്കൊരു ജീവൻ വേണം, എനിക്കൊരു ജീവിതം വേണം, എനിക്കൊരു ജീവിതം വേണം, എനിക്ക് പുതിയൊരു ജീവിതം ലഭിക്കാൻ വേണ്ടിയത്രേ അവിടുന്ന് അങ്ങയുടെ ജീവൻ എനിക്ക് വേണ്ടി ക്രൂശിമേൽ തന്നത്. എനിക്കൊരു പുതിയ ജീവിതം വേണമെന്ന് പറയുന്നവർ ദയവായി നിങ്ങളുടെ വലത് കരങ്ങൾ ഉയർത്തിയാട്ടെ. ദയവായി എനിക്കൊരു പുതിയ ജീവിതം വേണമെന്ന് പറഞ്ഞ് തുറന്ന സ്വർഗത്തിലേക്ക് ഈ കരങ്ങൾ ഉയർത്തുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കായി സ്തോത്രം. എത്രത്തോളം കരങ്ങളെ ഉയർത്താമോ അത്രത്തോളം കരങ്ങൾ ഉയർത്തിയാട്ടെ.